ജലീലിന് ചരിത്രത്തിൽ ഇത്രയും ദയനീയമായ ഒരു തോൽവി ഉണ്ടായിട്ടില്ല. അപ്പോൾ UDF കേരളം തൂത്തുവാരിയിരിക്കുന്നു എന്ന അവസ്ഥയാണ് ഇപ്പോൾ. ശരിക്കും ഇത്രയും വലിയ ഭൂരിപക്ഷം UDFന്റെ പല നേതാക്കളും പ്രവർത്തകരും പോലും പ്രതീക്ഷിച്ചില്ല. ഒരാൾ പ്രതീക്ഷിച്ചിരുന്നു, ഒരാൾ പറഞ്ഞിരുന്നു, VD സതീശൻ ഈ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി ടീം UDF ആയി നയിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് നയിച്ച പ്രതിപക്ഷ നേതാവായിരുന്ന, ഇനി കേരളത്തെ നയിക്കേണ്ട ഇതെന്ന് എല്ലാവരും പറയുന്ന VD സതീശൻ പറഞ്ഞിരുന്നു. മലപ്പുറം ജില്ല UDF തൂത്തുവാരി കൂട്ടത്തില് കോൺഗ്രസ്സുകാരുടെയൊക്കെ ഏറ്റവും മനസ്സിൽ അവരുടെയൊക്കെ മനസ്സിലുള്ള VS ജോയി, അതും എവിടെ പോയി നിന്നതെന്ന് ചോദിച്ചാല് ആ സ്ഥലം പെട്ടെന്നൊന്നും കടന്നു കയറാൻ പറ്റാത്തൊരു സ്ഥലമാണെന്ന് എല്ലാവരും പറഞ്ഞത്. പക്ഷെ തോൽപ്പിച്ച ആളെയൊക്കെ അദ്ദേഹം തന്നെ പറയട്ടെ, DCC ജനറൽ സെക്രട്ടറിയാണ്. ഇങ്ങനെ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു VS ജോയിക്ക്? മലപ്പുറത്ത് അഡ്വക്കേറ്റ് VS ജോയി തവനൂരിലേക്ക് പോയപ്പോ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ഐക്യജനാധിപത്യ മുന്നണി. ഈ പ്രാവശ്യം അഡ്വക്കേറ്റ് VS ജോയിയെ കേരള നിയമസഭയിലേക്ക് എത്തിക്കുമെന്ന തീരുമാനമാണ് എടുത്തിട്ടാണ് ജോയി ഞങ്ങൾ അങ്ങോട്ട് പോയി എന്ന് മാത്രമല്ല, ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഒരു മനസ്സായി അവിടെ പ്രവർത്തിച്ചു. പ്രിയപ്പെട്ട ബാവഹാജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുടെ മുൻപിൽ നിന്ന് ഞങ്ങൾ നയിച്ചു. അവിടെ ജയിച്ചു എന്ന് മാത്രമല്ല, ജലീലിന് ചരിത്രത്തിൽ ഇത്രയും ദയനീയമായ ഒരു തോൽവി ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ ബമ്പെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ തവനൂരിൽ ജയിച്ചിട്ടുള്ളത്. മലപ്പുറത്ത് ഞങ്ങളുടെ ആവേശം, ഞങ്ങളുടെയൊക്കെ ഹൃദയവികാരമായിരുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ് പ്രകാശേട്ടന്റെ പിൻഗാമി VS ജോയി കേരള നിയമസഭയിലേക്ക് പോവുകയാണ് എന്നുള്ള സന്തോഷം പങ്കുവെക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. തവനൂരില് കഴിഞ്ഞ ദിവസവും കൂടി KT ജലീല് 10,000-നെങ്കിലും ഞാൻ ജയിക്കുമെന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ FB പേജിലൊക്കെ വന്നിരുന്നത്. എന്താ പറയാ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇവിടെ VS ജോയി ജയിച്ചപ്പോൾ തന്നെ ആദ്യം തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കാണ് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തിയത്. കാരണം കേരളത്തിന്റെ ഒരു മതേതര മണ്ണാണ്, മതേതര മനസ്സാണ്. അത് ഈ മലപ്പുറത്തിനും ആ മതേതര മനസ്സ് ഏറ്റവും കൂടുതലുണ്ട്. ആ മതേതര മനസ്സുണ്ടെന്ന് തവനൂരുകാര് തെളിയിച്ചതാണെന്ന് ഇത് റിയൽ കേരള സ്റ്റോറി. അത് മലപ്പുറമാണ്. അത് തന്നെയാണ് ഇവിടെ തെളിഞ്ഞത്. മതേതര മനസ്സാണ് മലപ്പുറത്തിൻ്റെത്. മലപ്പുറത്തെ പല ആളുകളും CPM ചാപ്പ് കുത്തിയത്, മറ്റു ചില വർഗീയ വിഷം കുത്തിവെച്ചുകൊണ്ടാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുത്തതെങ്കിൽ മലപ്പുറത്തെ റിയൽ കേരള സ്റ്റോറി അത് VS ജോയിയിലൂടെ ഞങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. മങ്കട മണ്ഡലത്തില് ഇതുവരെ ഇല്ലാത്തൊരു ഭൂരിപക്ഷം. അതായത് ഇപ്പോ കുന്നത്ത് മുഹമ്മദ്, പല ആളുകളും ഇങ്ങനെ തമാശക്ക് പറയുന്നത്, ഈ ആഹ്ലാദ പ്രകടനത്തിന്റെ മുൻനിരയിൽ ഉണ്ടാകേണ്ടിയിരുന്ന കുന്നത്ത് മുഹമ്മദ് എന്തോ അദ്ദേഹത്തിന് പറ്റി, അങ്ങനെ അദ്ദേഹം CPMന്റെ ഇടതുപക്ഷത്തിന് വേണ്ടി സ്ഥാനാർത്ഥിയായി. ഇപ്പോ ഇങ്ങനെ, അതായത് ആ സംഭവിച്ച വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ലീഗില് ചില സ്വാരസ്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ പുകഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ഈ നിയോജക മണ്ഡലം പ്രസിഡന്റ് നേരെ LDFന്റെ സ്ഥാനാർത്ഥിയായപ്പോ ലീഗുകാരെല്ലാം ഒറ്റക്കെട്ടായി. പിന്നെ ടീം UDF ഒന്നുകൂടി ശക്തിയായി. ഇനി നല്ലൊരു ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണമെന്ന് മഞ്ഞളാംകുഴി അലി അങ്ങനെ തീരുമാനിച്ചു എന്നതുപോലെയാണ് 45,000-ന്റെ മുകളിലേക്ക് പോയി. ഒരു വലിയ ഭൂരിപക്ഷമായി പോയല്ലോ. മങ്കടയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഉരുക്കു കോട്ടയാണ് എന്നുള്ളത് തന്നെയാണ്. പാണക്കാട്ടെ സാദിഖ് അലി തങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ മങ്കടയിൽ പ്രഖ്യാപിച്ചാൽ ആ സ്ഥാനാർത്ഥിയെ വെല്ലുവിളിക്കാനൊന്നും മങ്കടയിൽ ഒരാളും വളർന്നിട്ടില്ല എന്ന് ഞങ്ങൾ ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ആവർത്തിച്ച് പറയാം. വലിയ ഭൂരിപക്ഷം. ഒരുപക്ഷെ ഇനിയിപ്പോ അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനത്തേക്ക് കൂടി വരും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് തീരുമാനിക്കേണ്ടത് ലീഗാണ്. അദ്ദേഹം മന്ത്രിയാവണമെന്നാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം. കാരണം ഞങ്ങളുടെ MLA മന്ത്രിയാകണം എന്നാണല്ലോ ഞങ്ങൾ ആഗ്രഹിക്കുക. തർക്കമൊന്നുമില്ല. അപ്പൊ ഇനി മഞ്ഞളാംകുഴി അലി വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചിരുന്നു. കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും നല്ലൊരു ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു. അപ്പോ ഞങ്ങളും പറഞ്ഞത്, ചാനട്ടണ്ണും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. അതായത് ഒരു 15,000 അല്ലെങ്കിൽ 19,000, 20,000 ഇങ്ങനെ ഒരു റേഞ്ചിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഞങ്ങളും അഭിപ്രായപ്പെട്ടിരുന്നത്. ഏതായാലും വലിയ വിജയം, നിങ്ങൾക്ക് കോൺഗ്രസ്സുകാർക്ക് വളരെ സന്തോഷിക്കാവുന്ന വലിയ വിജയമാണ് VS ജോയിയുടെ. തവനൂര് മലപ്പുറത്തിന്റെ സുൽത്താൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ അടുപ്പമുള്ള ആളുകൾ KT ജലീലിനെ വിശേഷിപ്പിക്കുക. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരാളെ തറ പറ്റിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട VS ജോയി ജയിച്ചിരിക്കുന്നു. ഇനിയിപ്പോ കേരളത്തിൽ ഈ മങ്കട മണ്ഡലത്തിലും മലപ്പുറത്തിൻ്റെതായ ഒരുപാട്, ഇപ്പൊ തവനൂരിനായാലും കുറെ കാര്യങ്ങളൊക്കെ വേണം. അതിന് നിങ്ങളൊക്കെ ഉണ്ടാവോ? ജോയി മാത്രല്ല, ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം 50,000-ആണ്. 54,000 ആണ് ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം. ഞങ്ങൾ മത്സരിച്ചത് 4 സീറ്റിലാണ്.
ആ 4 സീറ്റും മലപ്പുറം ജില്ലയിലെ 16 സീറ്റും ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചു എന്നുള്ളത് അഭിമാനകരമാണ്, അതിന് സംശയമില്ല. അതേമാതിരി ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് AP അനിൽകുമാർ പിന്നെ അവിടെ 45,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുമ്പോ ആ സ്ഥാനാർത്ഥികൾക്ക് ചരിത്രത്തിൽ ഇന്ന് വരെ കിട്ടാത്ത ഭൂരിപക്ഷം, ഞങ്ങളുടെ എല്ലാം എന്താണ് ഒരു നേതാവ് മലബാറിന്റെ സുൽത്താൻ ആര്യാടൻ സാറിന് പോലും കിട്ടാത്ത ഭൂരിപക്ഷം എവിടെ കിട്ടി? നിലമ്പൂര് കിട്ടി. അനിൽകുമാറിന് കിട്ടാത്ത, ഇന്ന് വരെ കിട്ടാത്ത ചരിത്ര ഭൂരിപക്ഷം അവിടെ കിട്ടി. പൊന്നാനി എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണനും പാലോളി മുഹമ്മദ് കുട്ടിയും നന്ദകുമാറും അടക്കമുള്ള CPM-ന്റെ കരുത്തരായ നേതാക്കന്മാർ ജയിച്ചു പോകുന്ന പൊന്നാനിയുണ്ട്. ആ പൊന്നാനി ഞങ്ങൾ നൗഷാദിലൂടെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഞങ്ങള് മലപ്പുറം ജില്ലയിൽ ടീം UDF, അത് വെറുതെ പറയുന്നതല്ല, കേരളത്തിൽ ടീം UDF ആണ്. ഞങ്ങൾ ഒരു ഇത് കൂടി പറയാനുണ്ട്. അതായത് ഈ മലപ്പുറം എല്ലാം ജയിച്ചു, വയനാട് എല്ലാം പിടിച്ചു, അവിടാണ്ട് എറണാകുളം ജില്ല എല്ലാം പിടിച്ചു, പിന്നെ എന്താ പറയാ കോട്ടയം ജില്ല എല്ലാം പിടിച്ചു. ഈ കോഴിക്കോടേക്ക് പോകുമ്പോൾ ഒരെണ്ണം മാത്രം മുഹമ്മദ് റിയാസിന്, അതായത് PV അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു തോറ്റിരുന്ന ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്, അവസാനം മാറ്റി പറഞ്ഞു. അവിടെ ഒരെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്നുകൂടി VD സതീശൻ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ ഇത്രയും കാലത്തിനടക്ക് പല മത്സരങ്ങളും പല വർഷങ്ങളിലായിട്ട് നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ മാത്രമാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയതെന്ന്. അതില് VD സതീശന്റെ ആർജവത്വമുള്ള വാക്കുകൾ ഒരുപാട് തുണച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആരുടെ മുഖമാണ് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ നയിച്ചത്? VD സതീശനാണല്ലോ. ആരെയാണ് നിങ്ങളുടെ മനസ്സ്? നിങ്ങൾ DCC ജനറൽ സെക്രട്ടറി എന്ന നിലക്ക്, അതുപോലെ തന്നെ ഇവിടുത്തെ ചെയർമാൻ ആയിരുന്നു അല്ലെ ഈ തെരഞ്ഞെടുപ്പ് അബ്ദുൽ ജബ്ബാർ, എല്ലാവരും നേതാക്കളുടെ എല്ലാവരും പേരെടുത്ത് പറയില്ല, നിങ്ങളുടെ മനസ്സിലാരാണ്? കോൺഗ്രസിന് രീതിയുണ്ട്, ഹൈക്കമാൻഡ് തീരുമാനം. അങ്ങനല്ല, ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി യോഗം കൂടും, അതിൽ നേതാവിനെ തീരുമാനിക്കും, അത് ഹൈക്കമാൻഡിന് കൊടുക്കും. അത് AICC നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് കൂടുക. AICC രാഹുൽ ഗാന്ധി ആരെ പ്രഖ്യാപിച്ചാലും അയാളാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി. ഏതായാലും എല്ലാവരും VD സതീശനെ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രവർത്തകർ ഞങ്ങളോട് ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ അല്ലാതെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അദ്ദേഹമാണ് നയിച്ചത്, അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി വരുമെന്നായി ആണ് എല്ലാവരും കേരള ജനത പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് നേതാക്കന്മാർക്ക് വിട്ടുപറയാൻ പറ്റില്ലല്ലോ. ഏതായാലും വലിയൊരു വിജയം UDF നേടിയിരിക്കുന്നു. ടീം UDF ഒറ്റക്കെട്ടായി നേടിയിരിക്കുന്നു ആ വിജയം മങ്കടയില്. അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് മലപ്പുറം ജില്ലയിലെ 4 കോൺഗ്രസിന്റെ സീറ്റുകൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നു. VS ജോയിയുടെ വിജയം വലിയൊരു വിജയമായിട്ട് അവർ കാണുന്നു. ഏതായാലും അദ്ദേഹം DC പ്രസിഡന്റ് കൂടിയാണ്, അത് വേറെ കാര്യം. എന്താണ് ഇനി ഒരു കാര്യം കൂടി, അതായത് തന്നെ CPM-ന്റെ 2 ആളുകൾ കണ്ണൂർ ജില്ലയിൽ, നിങ്ങൾ ചോദിക്കാത്തോണ്ട് അങ്ങോട്ട് പറയുകയാണ്. അതായത് കണ്ണൂർ ജില്ലയിൽ കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും TK ഗോവിന്ദനും ജയിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പിണറായി വിജയന്റെ ഈ എന്താണ് പറയുക ധാർഷ്ട്യത്തിന്, പിണറായി വിജയന്റെ പിണറായിസത്തിന് എതിരായിട്ടുള്ള വലിയ ജനമുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തളിപ്പറമ്പ് ഞങ്ങൾ പോലും കരുതിയിട്ടില്ല തളിപ്പറമ്പിലും പയ്യന്നൂരിലും CPM-ന്റെ ചെങ്കൊടി താഴ്ത്തിക്കെട്ടാൻ പറ്റുമെന്ന് ഞങ്ങൾ പോലും കരുതിയിട്ടില്ല. ഇവിടുന്ന് പോയി തൃക്കരിപ്പൂര് പോയി അതെ, പെരിന്തൽമണ്ണക്കാരനായ സന്ദീപ് വാര്യര് എന്താണ് ജയിച്ചു. അവിടെ തൃക്കരിപ്പൂര് എന്നൊക്കെ പറഞ്ഞ എന്താണ് CPM-ന്റെ ഒരു കോട്ടക്കൊത്തളമാണ്. ആ തൃക്കരിപ്പൂരില് സന്ദീപ് വാര്യരെ വിജയിപ്പിച്ചെടുക്കാൻ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ആ ഒരു ധാർഷ്ട്യം ഇനി കേരളത്തിൽ നടക്കൂല എന്ന് കേരളത്തിലെ ജനത തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറെ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ അഹങ്കാരമില്ല, ഒട്ടും അഹങ്കാരമില്ല. പക്ഷേ വളരെ നല്ല രീതിയിൽ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അവർക്ക് അനുകൂലമായി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തിന്റെ ഭരണം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അത് 5 ഗ്യാരണ്ടികൾ അറിയാം, അത് ഞങ്ങൾ തുടരും. ഈ കേരളത്തിന്റെ മണ്ണ് ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. ഏതായാലും മികച്ച ഭരണം ഉണ്ടാകട്ടെ. ഏതായാലും അവർ പറഞ്ഞ പോലെ, പല നേതാക്കളും പറഞ്ഞ പോലെയൊക്കെ സംഭവിക്കട്ടെ. ജനങ്ങൾ കാത്തിരിക്കുന്നുണ്ട് UDF-ന്റെ ഭരണം എങ്ങനെയാവും എന്നൊക്കെ.
അതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. മലബാറിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഷോറൂം കേരളത്തിൽ 18 ഷോറൂമുമായി ഡിജിറ്റൽ ഗാഡ്ജറ്റുകളിൽ കസ്റ്റമേഴ്സിന്റെ ബെസ്റ്റ് ചോയ്സ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്.